അള്ളാഹുവിനെ സംബന്ധിച്ച് സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം എന്താണ്? അവൻ മാത്രമാണ് സൃഷ്ടാവ്, അവനല്ലാതെ പടച്ചു കൊടുക്കുന്നവൻ ഇല്ല. ഒരു വസ്തുവിനെയും ഒരു വ്യക്തിയെയും ഒന്നിനെയും ഒരു പ്രവൃത്തിയെയും അള്ളാഹു അല്ലാതെ പടക്കുന്നവൻ ഇല്ല. ഖാലിഖുൽ അഫ്ആലി അള്ളാഹുവാണ്. അതിനെതിരായ വിശ്വാസമാണ് മുഅ്തസിലത്തിന്റെ വിശ്വാസം. എല്ലാം പടച്ചു തീർന്നവൻ അള്ളാഹുവാണ്. ആ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളായ മുഅ്തസിലത്ത് അവരിൽപ്പെട്ട കക്ഷികളുടെ ഒരു വാദമാണ് നമ്മളെ പ്രവൃത്തികളൊക്കെ നമ്മൾ തന്നെയാണ് പടച്ചുണ്ടാക്കുന്നത് എന്ന വാദം. അതാണ് ഞാൻ പറഞ്ഞത്, ഈ പ്രസംഗിക്കുന്നത് ഞാനല്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം, എന്റെ നാവിലൂടെ ഞാൻ പറയുന്നത് അള്ളാഹു എനിക്ക് സൃഷ്ടിച്ചു തരുന്നത് കൊണ്ടാണ്, എന്റെ കഴിവ് കൊണ്ടല്ലേ അല്ല. ഇതാണ് സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം. ഓ സുഹൃത്തുക്കളെ, മഹാനായ ഇസുദ്ദീൻ ഇബ്നു അബ്ദുസ്സലാം റളിയല്ലാഹു അൻഹു നേരിടേണ്ടി വന്നത് ആരെയാ? ബഹുമാനപ്പെട്ടവര് പറഞ്ഞു, തീ സ്വന്തത്തിൽ കരിക്കൂല, തീ ഒരു നിമിത്തം മാത്രമാണ്, കരിക്കുന്നവൻ അല്ലാഹുവാണ്. ഭക്ഷണം വിശപ്പടക്കൂല, വിശപ്പടക്കുന്നവൻ അല്ലയാണ്. ഭക്ഷണം ഒരു കാരണം മാത്രമാണ്. കത്തിക്ക് സ്വന്തമായി മുറിക്കാൻ കഴിയൂല, മുറിക്കുന്നവൻ അല്ലാഹുവാണ്. കത്തി ഒരു കാരണം മാത്രമാണ്. ഇത് പറഞ്ഞതിനാൽ ഇസുദ്ദീൻ ഇബ്നു അബ്ദുസ്സലാം റളിയല്ലാഹു അൻഹുവിനെ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ അതാ ആക്രമിക്കാൻ തുനിഞ്ഞു. ഏത് മുസ്ലിമിനും മനസ്സിലാവൂലേ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കരിക്കാൻ തീക്ക് സാധിച്ചിട്ടുണ്ടോ? തീക്ക് കരിക്കാൻ കഴിയുമെങ്കിൽ ഇബ്രാഹിം നബിയെ തീയിലിട്ടപ്പോ കരിയേണ്ടതല്ലേ? അല്ലാഹു ഉദ്ദേശിക്കാതെ കരിക്കാൻ തീക്ക് കഴിയൂലല്ലോ. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തൊരു ഹദീസിൽ നമുക്ക് കാണാം, ദജ്ജാൽ എന്ന് പറയുന്ന മനുഷ്യനുണ്ടല്ലോ, ആ ദജ്ജാൽ എന്ന് പറയുന്ന മൃഗമല്ല, വളരെയേറെ ജനങ്ങളെ പിഴപ്പിക്കുന്ന ഒരു മനുഷ്യനാണത്. ആ ദജ്ജാൽ എന്ന് പറയുന്ന മനുഷ്യൻ വന്നിട്ട് ഞാൻ ദൈവമാണെന്ന് വാദിക്കുമ്പോ, പോടാ നീ ദൈവമല്ല, നീ കള്ളനാണ് എന്ന് പറയുന്നൊരു മഹാൻ വരും. ദജ്ജാല് വലിയ അത്ഭുതവും കാണിക്കൂ. അത്ഭുതം കാണിക്കുന്നവരൊക്കെ നല്ലവരാണെന്ന് വിചാരിക്കരുത്. അത്ഭുതം കാണിക്കുന്നവരൊക്കെ നല്ലവരാൻ വിചാരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, ശൈത്താന്റെ സേവ കൊണ്ട് പല അത്ഭുതവും കാണിക്കാൻ സാധിക്കും. പിന്നെ നല്ല ആളായാലും എന്തുകൊണ്ടാ? നല്ല ആളായാലും ഈമാനും തഖ്വയും ഉണ്ടാകുമ്പോഴാ. നല്ല ഈമാനും തഖ്വയും ഉണ്ടോ എന്നാ ആള് നല്ല ആളാ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതിന്റെ അർത്ഥം, ഒരാൾ നന്നാകൽ ഈമാനും തഖ്വയും ഉണ്ടാകുമ്പോഴാ. തോന്നിവാസി നല്ലവനല്ല. അത്ഭുതം കാണിച്ചാൽ അതുകൊണ്ട് മാത്രം ഒരാൾ നല്ലവനാണെന്ന് കരുതാൻ പറ്റൂല. ദജ്ജാല് അത്ഭുതം കാണിക്കൂ. ചിലപ്പോ ഒരു തേങ്ങ ഇങ്ങോട്ട് എടുക്കും, എന്നിട്ട് അവിടെ കുഴിച്ചിടും. കുറഞ്ഞ മിനിറ്റ് കൊണ്ട് അവിടെ തെങ്ങുണ്ടാവും. കുറഞ്ഞ മിനിറ്റ് കൊണ്ട് അയാൾ ഇളന്നും പറിക്കും, തേങ്ങയും പറിക്കും, പൊണ്ടവും പറിക്കും. ഇതായിരിക്കൊണ്ടും കഴിയുമോ? ഇത് ഭയങ്കര അത്ഭുതമല്ലേ? ഇതുപോലത്തെ 1000 അത്ഭുതം കാണിക്കും ദജ്ജാൽ. അങ്ങനെ അത്ഭുതം കാണിക്കുമ്പോ അവൻ എന്നിട്ട് ഞാൻ ദൈവമാണ് എന്ന് വാദിക്കും. അങ്ങനെ അവൻ മരിച്ചവരെ തന്നെ ഹയാത്താക്കി കാണിക്കും. ഇമാം ബുഖാരി റിപ്പോർട്ടിന്റെ ഹദീസിൽ കാണാം. അപ്പൊ ഒരു മഹാൻ വന്നിട്ട് പറയും, ഇവിടെ നീ കള്ള ദജ്ജാലാണ്, നീ ദൈവമൊന്നുമല്ല, നീ കള്ള ദജ്ജാലാണ്, എന്നെ പറ്റി റസൂലുള്ളാഹി ഞങ്ങൾക്ക് നേരത്തെ പറഞ്ഞു തന്നെ. അപ്പൊ ഇവൻ അദ്ദേഹത്തെ പിടിച്ച് നിലത്ത് കിടത്തി അറുത്തുകളയും. ആ മഹാനെ അറുത്തുകളയും, തല വേറെ ഉടല് വേറെ. എന്നിട്ട് അദ്ദേഹത്തോട് എഴുന്നേറ്റ് നിൽക്കാൻ പറയും. അപ്പൊ അയാൾ ഹയാത്തായിട്ട് എഴുന്നേറ്റ് നിൽക്കും. ഇത് ഹദീസിലുള്ളതാ, ബുഖാരിയിലെ ഹദീസാ. എഴുന്നേറ്റ് നിൽക്കും. എന്നിട്ട് ചോദിക്കും, ഇപ്പൊ ഞാൻ ദൈവാന്ന് ഉറച്ചില്ലേ? എന്നെ കൊന്നു, ഞാൻ മരിപ്പിച്ചു, ഞാൻ ഹയാത്താക്കി, ഞാൻ ഇപ്പൊ ദൈവാന്ന് ഉറച്ചില്ലേ? അപ്പോ ആ മഹാൻ പറയും, നീ കള്ള ദജ്ജാലാണെന്ന് എനിക്കൊന്നും കൂടി ഉറച്ചിരുന്നത്. അതെന്താ? അള്ളാന്റെ റസൂൽ പറഞ്ഞു, ഇങ്ങനത്തെ പണിയില്ല, നീ എടുക്കും. റസൂലുള്ള പറഞ്ഞിട്ടുണ്ട് നേരത്തെ തന്നെ, അവിടെ നീ കള്ള ദജ്ജാലാണെന്ന് ഒന്നും കൂടി ഉറച്ചു. വണ്ടിന്റെ ഉറപ്പുണ്ട്, ഒന്നും കൂടി ഉറച്ചു. അപ്പോൾ അവൻ വീണ്ടും മഹാനെ അറക്കാൻ വേണ്ടി കിടത്തിയിട്ട് കത്തിവെച്ച് കഴുത്തിലിങ്ങനെ നീക്കും. പക്ഷേ മുറിയൂല. കാരണം ഇവിടെ കത്തിക്ക് മുറിക്കാൻ കഴിയൂല. അല്ലാഹു ഉദ്ദേശിച്ചാലേ മുറിയുള്ളൂ, അല്ല കഴിവ് കൊടുത്താലേ മുറിയുള്ളൂ. കത്തിക്ക് സ്വന്തം മുറിക്കാൻ കഴിയൂല.
ഇവിടെ എല്ലാം അല്ലാഹുവിങ്കൽ നിന്നാണ്. സൃഷ്ടികൾക്ക് ഒന്നുമില്ല. സൃഷ്ടികൾ വെറും നിമിത്തങ്ങൾ, കാരണങ്ങൾ മാത്രമാണ്. ഈ കാരണങ്ങൾ എന്ന നിലക്കാണ് ഞാൻ പറയട്ടെ, ഞാനിവിടെ ഒരു 100 ദിവസം വഅദ് പറഞ്ഞാൽ ഒരൊറ്റ മനുഷ്യനെ നന്നാക്കാൻ എന്നെ കൊണ്ട് കഴിയൂല. അതേ സമയത്ത് അല്ലാഹു ഹിദായത്തിന്റെ വെളിച്ചം കൊടുത്താൽ അവർക്ക് ഹിദായത്തിന്റെ വെളിച്ചം കിട്ടും. അതിനൊരു നിമിത്തമാകാൻ, കാരണമാകാൻ എന്റെ സംസാരം അതിന് ഫലവത്തായാൽ എനിക്ക് റബ്ബിന്റെ അടുക്കൽ പ്രതിഫലം കിട്ടും. അതല്ലേ അല്ലാഹുവിന്റെ റസൂലിൽ അയ്യഹ്ദി അല്ലാഹു ബിക റജുലൻ, നീ മുഖേന അല്ലാഹു ഒരാളെ ഹിദായത്താക്കിയാൽ, ഹിദായത്താക്കുന്നതല്ലയാണ്, നീ മുഖേന അല്ലാഹു ഹിദായത്താക്കിയാൽ, നീ അതിന്റെ നിമിത്തമായാൽ ഖൈറുൽ ലക മിനദ് ദുനിയാ വമാ ഫീഹാ, ദുനിയാവിലുള്ളത് മുഴുവനും ദുനിയാവും കിട്ടുന്നതിനേക്കാൾ ഖൈറാണ്. അല്ലാഹുവേ, ഞങ്ങളെ പ്രവർത്തനങ്ങളൊക്കെ ഞങ്ങൾക്ക് ആഖിറത്തിൽ ഉപകരിക്കുന്നതാക്കണേ അല്ലാഹ്. ജനങ്ങളുടെയും ഞങ്ങളുടെയും ഹിദായത്തിന് നിമിത്തമാക്കണേ അല്ലാഹ്.